നല്ല ചിരിയായിരുന്നു. ഓഡിയൻസ് നല്ല ചിരിച്ചാണ് ആ പടം കണ്ടത്, എൻജോയ് ചെയ്തു. അപ്പം കണ്ടന്റിന്റെ കാര്യത്തിൽ ഒരു വെറൈറ്റി വേണമെന്നുണ്ടെങ്കിൽ പോയി കണ്ടുപോകാം. നല്ല എന്റർടൈൻമെന്റ് പാക്കേജ് ആണ്. നല്ലൊരു എന്റർടൈൻമെന്റ് മൂവി, ഹൊറർ കോമഡിയാണ് ജോൺറ. ലൈക്ക് നല്ലൊരു കോമഡി മൂവിയാണ്. നല്ല നമുക്ക് റിലേറ്റബിൾ ആയിട്ട് കന്നഡ ആണെങ്കിൽ പോലും നമുക്ക് നല്ല രീതി ഒരു വില്ലേജ് ബേസ്ഡ് ആയിട്ടുള്ള സിനിമ തന്നെയാണ്. ഇപ്പോൾ നമ്മുടെ കുറേ സമയത്തൊക്കെ ഈ തിളക്കം പഴയ ആ റെഫറൻസ് ഒക്കെ ഓർമ്മ വന്നു. വേറെ സിനിമ രാജീവ് ഷെട്ടിയുടെ നല്ലൊരു ക്യാമിയോ പോർഷനുണ്ട്. ക്യാമിയോ അല്ല, എക്സ്ട്രാ ക്യാമിയോ ആണ്. അതൊക്കെ വർക്കൗട്ടായി. ലാസ്റ്റും നല്ലൊരു എൻഡിങ്ങൊക്കെ ഇഷ്ടപ്പെട്ടൊരു സിനിമയാണ്. സ്റ്റിൽ വളരെ റെക്കമെൻഡ് ചെയ്യുമെന്ന് പറയാൻ കുറച്ച് മിസ്സിംഗ് ഒക്കെ തോന്നും. എന്നാൽ പോലും നല്ലൊരു ഫസ്റ്റ് ഹാഫ് നല്ലൊരു എന്റർടൈൻമെന്റ് ആയിരുന്നു. നല്ല ആക്ച്വലി നൈസാണ് ബ്രോ. കാരണം പടം ഫെയർ പ്രൊഡക്ഷൻ എടുത്ത് ചെയ്തേക്കുന്നത് നമുക്ക് അത്യാവശ്യം നല്ല രീതിയിൽ കേരള ഓഡിയൻസിന് കണക്ട് ആവുന്ന രീതിയിലുള്ള സാധനമാണ്. പിന്നെ ഡബ്ബ് നല്ലതാണ്. അപ്പോൾ ആൾക്കാർക്ക് നല്ല രീതിയിൽ കണക്ട് ആവുന്നുണ്ട്. കോമഡി എലമെന്റ്സ് ഉണ്ട്. രസമാണ്. റിയലിസ്റ്റിക് സിറ്റുവേഷണൽ കോമഡീസ് ആണ് കൂടുതലും. അപ്പോൾ പിന്നെ നമുക്ക് ആ വ്യസന സമയത്തൊക്കെ പോലെ നല്ല രീതിയിൽ കണക്ട് ആവും. പിന്നെ ഓവറായിട്ട് അവർ വരിച്ചിട്ടൊന്നുമില്ല. കണക്റ്റഡ് ഒരു കാര്യം കഴിയുമ്പോൾ അടുത്ത രീതിയിൽ സിറ്റുവേഷണൽ കോമഡീസ് ഇങ്ങനെ വന്ന് പോകുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് നല്ല രീതിയിൽ കണക്ട് ആവുന്നു. പക്ഷെ കുഴപ്പമില്ല, നല്ല പടമാണ്. കുഴപ്പമില്ല, കണ്ടിരിക്കാം. ഒരു ഹൊറർ അല്ല, എന്താണ്, ഒരു ഹൊറർ സെന്റിമെന്റില്ല, ഇമോഷണൽ ഹൊറർ കോമഡി അങ്ങനെ എല്ലാം കൂടെ കൂട്ടിക്കുഴച്ചൊരു പടം. കുറച്ചും കൂടെ ഒക്കെ എന്താണ് നമ്മുടെ ഒരു ഇപ്പം മംഗലാപുരം ബേസ് ചെയ്ത് പറഞ്ഞൊരു കഥയാണ്. കുഴപ്പമില്ല, കൊള്ളാം, കണ്ടിരിക്കാം. നല്ല നമുക്കൊക്കെ കണക്ട് ആവുന്ന രീതി. എന്ന് പറഞ്ഞാൽ കന്നഡ എന്ന് പറയുമ്പോൾ ടിപ്പിക്കൽ കന്നഡയല്ല, നമുക്ക് കണക്ട് ആവുന്ന രീതിയിലുള്ള നല്ല സിനിമ, നല്ല ഒരു ഫീൽ ഗുഡ് മൂവിയാണ്. ഒരുപാട് ചിരിക്കാനുണ്ട്, ആക്ഷനുണ്ട്, പിന്നെ ഒരു ത്രില്ലർ ടൈപ്പിലാണ് എടുത്തേക്കുന്നത്. ഹൊറർ അത് അതിൻ്റെ കഥ പറഞ്ഞു പോയാൽ പിന്നെ അതിൻ്റെ ഇത് രസം പോകും. പക്ഷേ നല്ല ഒരു മൂവി. ഒരു കന്നഡയുടെ മലയാളം വെർഷൻ ആണെങ്കിലും ഇല്ല, അതിൻ്റെ ഒരു ഡബ്ബിങ് ആയാലും അതിനെ മൊഴിമാറ്റം ചെയ്തതും വൃത്തികേടൊന്നുമില്ല, വളരെ ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട്. പാട്ടുകളും അതുപോലെ തന്നെ മലയാളത്തിലാക്കിയിട്ടുണ്ടെങ്കിലും പാട്ടിനെ വളരെ ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ അതിൻ്റെ സിനിമാറ്റോഗ്രാഫി ആയാലും എല്ലാം ഒരു നല്ലൊരു 100ഓളം കഥാപാത്രങ്ങളുണ്ട്. എല്ലാവരും നമ്മുടെ മനസ്സിൽ തങ്ങിയിരിക്കും. അത്ര രസിപ്പിച്ചിട്ടുണ്ട് എല്ലാവരും. എന്ന് പറയുമ്പോൾ സിറ്റുവേഷൻ കോമഡിയാണ് അധികവും. നല്ല വളരെ നല്ലൊരു സിനിമയാണ്. മിക്കവാറും അവിടെയൊക്കെ കർണാടകയിൽ സൂപ്പർ ഹിറ്റായെന്ന് പറയുന്നതായിട്ട്. അത്രയ്ക്ക് നല്ലൊരു മൂവിയാണ്. കോമഡി എലമെന്റ്സ് എല്ലാം സിറ്റുവേഷൻ കോമഡിയാണ് അധികം. പിന്നെ അല്ലാതെ ഉണ്ട്, വെർബൽ കോമഡി ഉണ്ട്. എല്ലാം വളരെ നല്ല ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട്. നല്ലൊരു മൂവി. അല്ല, ഹ്യൂമറൊക്കെ ഇഷ്ടപ്പെടുന്നതാണ് ഒരു ഹൊററിൽ ഒരു കോമഡി മിക്സ് ചെയ്തൊരു സാധനം. അഭിനയമൊക്കെ നല്ലതാണ്. കന്നഡ ഇൻഡസ്ട്രിയിൽ അവർ പൊതുവെ നല്ല അഭിനയിക്കുന്ന ആൾക്കാരാണല്ലോ. എന്നുവെച്ചാൽ അവർ മുമ്പേ ടാലന്റഡ് ആയിട്ടുള്ള ആൾക്കാരാണ്. അവരവരുടെ അഭിനയമൊക്കെ തെളിയിച്ചാണ്. അഭിനയത്തിലൊന്നും അവർ കോംപ്രമൈസ് ചെയ്യാറില്ല കന്നഡ ഇൻഡസ്ട്രി മുമ്പേ. അപ്പം കണ്ടന്റിന്റെ കാര്യത്തിൽ ഒരു വെറൈറ്റി വേണമെന്നുണ്ടെങ്കിൽ പോയി കണ്ടുപോകാം. അടിപൊളി പടം. കാരണം കന്നഡയിൽ നിന്ന് ഇങ്ങനെ പടം വരുമ്പോ പുള്ളിയുടെ പടം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മള് മിസ്സാക്കാറില്ല. ഞാൻ മിസ്സാക്കാറില്ല പുള്ളിയുടെ പടം. കാരണം പുള്ളിയുടെ പടം എന്ന് പറയുമ്പോ എന്തെങ്കിലും ഉണ്ടോ അതിൻ്റെ അകത്ത്. ഇങ്ങനെ പുള്ളിക്കാരൻ സിനിമ ചെയ്ത്, കാരണം സിനിമയുടെ ഒരു സാധനങ്ങളും പുള്ളി ഇതിൻ്റെ അകത്ത് വെച്ചിട്ടില്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ സിനിമക്ക് കുറേ റൂൾസും കാര്യങ്ങളുണ്ടെന്ന്, അതൊന്നും ഇല്ലാണ്ട് പച്ചയായിട്ട് കുറേ ആൾക്കാരെ വെച്ചിട്ട് ഒരു സിനിമ, അതിൽ വന്നവരും പോയവരൊക്കെ കയറി സ്കോർ ചെയ്തിട്ടുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര ഗ്രൗണ്ടഡ് ആയിട്ടുള്ള ആർട്ടിസ്റ്റിനെ പുള്ളി വെച്ചേക്കണം. ഭയങ്കര ഗ്ലാമറസ് ആയിട്ടുള്ള ആൾക്കാർ ആരും ഇല്ല അതിൻ്റെ അകത്ത്. എല്ലാവരും കയറി സ്കോർ ചെയ്ത് നല്ല പടം. രാജീവ് ഷെട്ടിയുടെ ഗസ്റ്റ് റോളൊക്കെ അതും നല്ല രസമുണ്ട്. കാരണം നല്ല രീതിയിൽ പുള്ളി ചെയ്തിട്ടുണ്ട് ആ റോള്. നല്ല വ്യസന സമേതം ആ മലയാള സിനിമ അതിന്റെ വേറൊരു വേർഷനാണ് വ്യസന സമേതം. അത് അങ്ങനെ പറയാൻ പറ്റൂല. അതിനെക്കാട്ടും കുറേ കൂടെ വ്യത്യസ്തമായ രീതിയിൽ അവർ ചെയ്തേക്കണം. കാരണം മലയാള സിനിമയുടെ കുറേ എസൻസ് എടുത്തിട്ട് തന്നെയാണ് അവർ സിനിമ ചെയ്തേക്കണം. പക്ഷെ നല്ല രസമുണ്ട്. കാരണം അവർ നല്ലോണം മലയാള സിനിമ വാച്ച് ചെയ്യുന്ന ആൾക്കാരാണ് അവരുടെ ആ ഗ്യാങ്. പെർഫോമൻസ് ഞാൻ പറഞ്ഞ എല്ലാ ആർട്ടിസ്റ്റും ഭയങ്കര ഗ്രൗണ്ടഡ് ആയിട്ടുള്ള ആർട്ടിസ്റ്റിനെ അവർ യൂസ് ചെയ്തേക്കണം. എല്ലാവരും നല്ല രീതിയിൽ പെർഫോം ചെയ്തിട്ടുണ്ട് എല്ലാവരും. കാരണം അതിൻ്റെ അകത്തൊരു അനിയത്തിയുടെ റോൾ ചെയ്യണ പുള്ളിക്കാരി പോലും ചെറിയൊരു സീൻ പോലും ഭയങ്കര നല്ല ചിരിയായിരുന്നു. ഓഡിയൻസ് നല്ല ചിരിച്ചാണ് ആ പടം കണ്ടത്, എൻജോയ് ചെയ്തു. കുഴപ്പമില്ല ബ്രോ, കോമഡി ആയിരുന്നു സിനിമ. പടം ആദ്യം മുതൽ തന്നെ കോമഡി തന്നെയായിരുന്നു. നല്ലോണം നോക്കാൻ പറ്റും ഓഡിയൻസിന്. ഒരു ഹൊറർ കോമഡി പടം തന്നെ. ഹൊറർ എന്ന് പറയാൻ പറ്റില്ല, ഫുള്ളും കോമഡി തന്നെ മാത്രമായിരുന്നു. കുഴപ്പമില്ല, വർക്കൗട്ട് ആയി നന്നായിട്ടുണ്ടായിരുന്നു.